എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും അനുയോജ്യമായ നല്ല മധുരമുള്ള ചന്ദ്രക്കര മാമ്പഴം 7 ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം ചേർത്ത് അവസാനം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാനിത് വേവിക്കുന്നത്. നിങ്ങൾക്ക് കുറുകിയ മാമ്പഴ പുളിശ്ശേരി മതിയെങ്കിൽ 1.5 കപ്പും, അതല്ല കുറച്ച് നീട്ടി എടുത്ത ലൂസായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ആണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. തേങ്ങ അരപ്പ് തയ്യാറാക്കുന്നതിനായി ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇത്രയും ചേർത്താണ് തേങ്ങ അരപ്പ് റെഡിയാക്കുന്നത്. ഇപ്പോൾ മാമ്പഴം പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർത്ത് നമുക്കിത് പതിയെ ഇളക്കി അതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ അരപ്പ് അതിൽ നമ്മളൊന്ന് ഇളക്കി അത് ഒരു 5 മിനിറ്റ് അത് വേവിച്ചെടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് തൈര് മിക്സിയിൽ അടിച്ചത് ഇതിലേക്ക് അല്പാൽപമായിട്ട് ഒഴിക്കാവുന്നതാണ്. ചൂടോടെ തീ ഓഫ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള താളിക്കാനുള്ളത് റെഡിയാക്കാം. അതിനായി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടി തീർന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉലുവ ചേർക്കാവുള്ളൂ. പിന്നെ ചെറിയുള്ളി, ചുവന്ന മുളക് ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായി ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഈ താളിപ്പ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞ് ഉടനെ ഇളക്കരുത്. അത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് മാത്രമേ അത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് മധുരം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനെടുത്ത് നല്ല മധുരമുള്ള മാമ്പഴം ആയതുകൊണ്ട് ഞാനിവിടെ മധുരം എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. താങ്ക് യു.